ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കിട്ടിയ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഓസ്ലർ ഇവിടെ ഒരു കലക്ക് കലക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞെട്ടിക്കാൻ ഓസ്ലർ എത്തുന്നു. ഇനി 2 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. 50 കോടി ഷുവറായിട്ട് ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതുവരെ അണിയറയിൽ നിന്ന് കിട്ടുന്ന പ്രകടനത്തിൻ്റെ മാറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എബ്രഹാം ഓസ്ലർ ജയറാം സിനിമയാണ്. ഒരുപാട് നാളുകളായി ജയറാമിനൊരു വിജയം വന്നിട്ട്. തീർച്ചയായും അത് കാത്തിരിക്കുകയാണ്. മുൻനിര നായകന്മാരായ ഒട്ടുമിക്ക നടന്മാർക്കും വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഒരുപാട് നാളുകളായിട്ട് വിജയമില്ലാത്ത മോഹൻലാലിന് പോലും വിജയം ലഭിച്ചു. ഇനിയും ആ ലെവലിലുള്ളത് മറ്റൊരു നടൻ കൂടിയായ ജയറാമിന് വേണ്ടിയാണ്. ഇതിനിടയിൽ സുരേഷ് ഗോപിക്കും ദിലീപിനുമൊക്കെ ഒന്ന് തിളങ്ങാൻ കഴിഞ്ഞുവെങ്കിലും ഇവിടെ ജയറാം മങ്ങി നിൽക്കുക തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ വലിയ വിജയമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിന് പ്രധാന ഘടകമായി പറയുന്നത് നമുക്ക് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമ വരുമ്പോൾ മറ്റൊരു കാര്യവും കൂടെ ഹൈലൈറ്റായി നിൽക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതിനകത്തിൽ മമ്മൂട്ടിയും ഒരു പ്രമുഖമായ വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പല വീഡിയോസിലും പറയുന്നു 57 ദിവസത്തോളം ഞാനും ജയറാമും കൂടെ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെയെങ്ങും മമ്മൂട്ടിയെ കണ്ടില്ല എന്ന് എൻ്റെ ഡയറക്ടർ പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒന്ന് തന്നെയാണ്, അവിടെ മമ്മൂട്ടിയല്ല മറ്റൊരു ഗംഭീര ക്യാരക്ടർ തന്നെയാണെന്നുള്ളതാണ്. എല്ലാവരും കരുതുന്ന പോലെ ഒരു വില്ലൻ ക്യാരക്ടറല്ല ഇതിനകത്തിൽ മമ്മൂട്ടി വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കുന്ന നായകൻ തന്നെയായിട്ടാണ് മമ്മൂട്ടി വരാൻ പോകുന്നത്. ഇതുവരെ കേട്ട കഥകളിൽ കൊടൂര വില്ലനായി മമ്മൂട്ടി വരുന്നുവെങ്കിൽ കൊടൂരനായ നായകനായി തന്നെയായിരിക്കും മമ്മൂട്ടി വരാൻ പോകുന്നത്. അതായത് അദ്ദേഹം ഒരു ഡോക്ടറായിട്ടാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത്. ഈ ക്രൈമിൻ്റെ ഇതിനകത്തൊരു ക്രൈം ത്രില്ലറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ക്രൈം ത്രില്ലറിൽ ആ ക്രൈമിൻ്റെ ഏറ്റവും വലിയ രീതിയിൽ അത് കണ്ടുപിടിക്കാനുള്ള കൊടൂരനായ നായകൻ തന്നെയാകാൻ പോകുന്നു മമ്മൂട്ടി എന്നുള്ളതാണ്. എന്തായാലും ക്രെഡിറ്റും കാര്യങ്ങളും ഒന്നും മമ്മൂട്ടി ആരാധകരോ എടുക്കാൻ താല്പര്യമില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞു. കാരണം ജയറാമിൻ്റെ വിജയമാണ് അവർക്ക് ആവശ്യം. എന്താണേലും ഇവിടെ ജയറാം കൂടി വിജയിക്കുമ്പോൾ മലയാള സിനിമ പഴയ സൂപ്പർ താരങ്ങൾ കൊണ്ട് വീണ്ടും ഒന്നും കൂടെ നിറയാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞെട്ടിക്കാൻ ഓസ്ലർ റെഡിയാണ്. തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹം ഉണ്ടാകട്ടെ, വമ്പൻ സിനിമയാകട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗ്രേ മീഡിയാസ്.